ആലപ്പാട്ടെ കരിമണൽ ഖനനം അവസാനിപ്പിക്കണമെന്ന് വി.എസ്. അച്യുതാനന്ദൻ. തുടർ പഠനങ്ങളുടെ അന്തിമ ചിത്രം വരുന്നതുവരെയെങ്കിലും ഖനനം നിർത്തണമെന്നും വി.എസ്. പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഖനനം നിർത്തിവെക്കില്ല എന്നും സീ വാഷിംഗ് നിർത്തിവെക്കാമെന്നുമായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലെ ധാരണ. അതേസമയം ആലപ്പാട് ഖനനത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ടും സർക്കാരിന്റെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ടും പ്രശ്നം പരിഹരിക്കുമെന്ന് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. ഖനനം നിർത്തണമെന്ന് സമരക്കാർ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. വി.എസിന്റെ പേര് വിവാദങ്ങളിലേക്ക് അനാവശ്യമായി വലിച്ചിഴക്കരുത് എന്നും മന്ത്രി പറഞ്ഞു. ചർച്ച ആവശ്യമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളവരെ പ്രത്യേകമായി ക്ഷണിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആ കാര്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമരം ചെയ്യുന്നവരും ഖനനം തുടരാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ചില ആശങ്കയുണ്ട്. അവർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നിലപാടായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കുക. എല്ലാറ്റും നല്ല ശുഭമെല്ലാം പ്രതീക്ഷിച്ചിട്ടല്ലേ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഏത് കാര്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നില്ല. പ്രതിസന്ധി ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയും. നിങ്ങൾ എവിടെയും വേണ്ടാണ്ട് എന്തിനായി വി.എസിന്റെ പേര് വലിച്ചെടുക്കുന്നത്? വെറുതെ ആ നല്ല മനുഷ്യൻ അങ്ങനെ ജീവിച്ചു ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. ആലപ്പാട്ടെ ഖനന വിരുദ്ധ സമരസമിതിയുമായി സർക്കാരിന്റെ ചർച്ച ഇന്ന് വൈകിട്ടാണ്. വ്യവസായ മന്ത്രി ഇ.പി. ജയരാജന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ചർച്ച. വിവരങ്ങളുമായി സർക്കാരിന്റെ നിലപാടിന്റെ വിശദാംശങ്ങളും ചർച്ചയുടെ വിവരങ്ങളുമായി ടി.ജി. സജിത്ത് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്ന് ശ്യാം ദേവരാജൻ ചേരുന്നു. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, അവിടെ സമര സമിതിക്ക് തന്നെയും ഈ ഖനനം നിർത്തിവെക്കണമെന്ന നിലപാടില്ല എന്നൊരു മുൻവിധി പരസ്യമായി പറഞ്ഞതിന് ശേഷമാണ് ഇ.പി. ജയരാജൻ ഈ യോഗത്തിനകത്തേക്ക് ചർച്ച നടത്താൻ വേണ്ടിയൊക്കെ പോകുന്നത്. സമരക്കാരുടെ നിലപാട് എന്താണ്? വി.എസ്. അച്യുതാനന്ദന്റെ പിന്തുണ കിട്ടിയത് ഏത് നിലക്ക് അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകും? സമരസമിതി ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ, സർക്കാർ വിളിച്ച ചർച്ചയിൽ ഖനനവിരുദ്ധ സമരസമിതി പങ്കെടുക്കും. സേവ ആലപ്പാട് സമരസമിതിയുടെ നിലപാടും അത് തന്നെയാണ്. അല്പസമയം മുമ്പാണ് കരുനാഗപ്പള്ളി തഹസിൽദാർ ഇത് സംബന്ധിച്ച അറിയിപ്പ് സമരസമിതിക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറിയിപ്പ് ലഭിച്ചാൽ തീരുമാനമെടുക്കുന്നതായിരുന്നു സമരസമിതിയുടെ നിലപാട്. അതിനനുസരിച്ച് അറിയിപ്പ് ലഭിച്ച ശേഷം ഇന്ന് വൈകിട്ട് നടക്കുന്ന സർക്കാർ വിളിച്ച ചർച്ചയിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഇവർ 5 പേരായിരിക്കും, 5 പ്രതിനിധികളായിരിക്കും സമരസമിതിയെ, ഖനനവിരുദ്ധ സമരസമിതിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും ചെയ്യുക. നേരത്തെ സ്റ്റോപ്പ് മൈനിങ് എന്ന് തന്നെയാണ്, സേവ ആലപ്പാടിനൊപ്പം സ്റ്റോപ്പ് മൈനിങ് എന്ന് തന്നെയാണ് ഖനനവിരുദ്ധ സമരസമിതി ഉയർത്തുന്ന മുദ്രാവാക്യവും. അവർ അത്തരമൊരു ഹാഷ്ടാഗ് ക്യാമ്പയിനാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പങ്കുവച്ചതും. അതിൽ നിന്നും ഖനനം നിർത്തിവെക്കുന്ന ഒരു നിലപാടിൽ നിന്നും, അവർ നിർത്തിവെക്കണമെന്ന ഒരു നിലപാടിൽ നിന്നും അവർ ഇതുവരെയും പിന്നോട്ട് പോയിട്ടുമില്ല. പക്ഷേ സീ വാഷിംഗ് ഉൾപ്പെടെ നിർത്തിവെക്കാമെന്നതാണ് ഇന്നലെ ഉന്നതതല യോഗത്തിൽ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായതും. ഇവർ ഇക്കാര്യം, അതായത് ഖനനം നിർത്തിവെക്കണമെന്ന കാര്യം തന്നെ ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യും. അവർക്ക് അത്തരമൊരു അവരുടെ ആവശ്യത്തിനെ സാധൂകരിക്കുന്നതും കൂടുതൽ ഊർജ്ജം നൽകുന്നതുമാണ് മുൻ മുഖ്യമന്ത്രിയും CPM നേതാവും കൂടിയായ വി.എസ്. അച്യുതാനന്ദന്റെ ഇന്നത്തെ നിലപാട്. കാരണം ആലപ്പാട്ടെ ഖനനം നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വി.എസ്. ആവശ്യപ്പെടുന്നത്. ഇത് സേവ ആലപ്പാട് സമിതിയുടെ ഖനനവിരുദ്ധ സമരസമിതിയുടെ നിലപാടുകൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നത് കൂടിയാണ്. ശരി ശ്യാം ദേവരാജ്. ഇപ്പോൾ ടി.ജി. സജിത്ത് കൂടെ തരുന്നു. സജിത്ത്, ഇക്കാര്യത്തിൽ ഖനനം നിർത്തിവെക്കാനാവുകയില്ല, അങ്ങനെയൊരു നിലപാടിലേക്ക് സർക്കാർ എന്തായാലും പോവുകയില്ല എന്ന നിലപാട് വ്യവസായ മന്ത്രി നേരത്തെ തന്നെ ആവർത്തിക്കുന്നതാണ്. ഇന്നും അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ചു. വി.എസ്. അച്യുതാനന്ദൻ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അദ്ദേഹത്തെ വലിച്ചിഴക്കേണ്ടതില്ല എന്ന അഭിപ്രായം പറഞ്ഞ് ഈ ഖനനം നിർത്തിവെക്കുക എന്ന കാര്യത്തിലേക്ക് പോവുകയില്ല എന്ന ഒരു നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ചർച്ചയിലേക്ക് പോകുന്നത്. ചർച്ചയിൽ എന്തായിരിക്കും സംഭവിക്കുക, നടക്കുക? ഈ സർക്കാരിൻ്റെ ഈ നിലപാടോട് സമ്മതിച്ചു കൊടുത്ത് പുറത്തേക്കിറങ്ങാൻ ഈ സമരക്കാർ തയ്യാറാകുമോ? സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ സർക്കാരിനുണ്ട്. ഇതിന് പ്രധാനമായും സർക്കാരിന്റെ ഒരു നയതന്ത്രം ഈ വിഷയത്തിൽ ഇങ്ങനെയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഖനനം നിർത്തിവെക്കില്ല, ഖനനം നിർത്തിവെച്ചാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി സർക്കാരും അതുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളും നേരിടുന്ന വെല്ലുവിളി എന്താണ് എന്ന കാര്യം സമരക്കാരെ ബോധിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിലും ഇതേ നിലപാട് തന്നെ എടുക്കും. ഒരു തവണ ഖനനം നിർത്തിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് പുനരാരംഭിക്കുക, ചർച്ചയ്ക്ക് ശേഷം പിന്നീട് പുനരാരംഭിക്കുക പോലും അസാധ്യമാണെന്നതാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടുകൂടി തന്നെ ഖനനം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിന് തയ്യാറാവാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ ഇന്നത്തെ യോഗത്തിൽ അറിയിക്കും. അതേസമയം നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ അടക്കമുള്ള റിപ്പോർട്ടുകളുണ്ട്, ആ റിപ്പോർട്ടിന്റെ ശുപാർശകളുണ്ട്. ആ ശുപാർശകൾ അതേപടി നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യം ആ തരത്തിലുള്ള നിലപാട് ഇന്നത്തെ യോഗത്തിലെടുക്കും. അങ്ങനെ സമരസമിതിയുമായി ഒരു ധാരണയിലെത്താം
എന്നതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇക്കാര്യത്തിൽ സമരസമിതി എടുക്കുന്ന നിലപാട് നിർണായകമാണ്. കാരണം ഖനനം നിർത്തിവെക്കണമെന്ന ആവശ്യം അവർ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. ഈ നിലപാടിലേക്ക് സർക്കാർ എത്തുന്നില്ല. മാത്രമല്ല ഖനനം നിർത്തിവെക്കില്ല എന്ന മുൻകൂർ പ്രഖ്യാപനത്തോടെയാണ് മന്ത്രി ചർച്ചയ്ക്ക് എത്തുന്നതും സ്വാഭാവികമായും ആ ഒരു വെല്ലുവിളി ഇന്ന് ചർച്ചയ്ക്കുണ്ടാകും. അതാണ് ഞാൻ തിരിച്ചു വരാം സജിത്ത് താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഖനനം നിർത്തിവെക്കുകയില്ല, ഖനനം നിർത്തിവെക്കുക എന്ന ആവശ്യം സമരക്കാർക്ക് തന്നെയും ഇല്ലല്ലോ, BS അച്യുതാനന്ദന് ബദലഭിപ്രായമൊന്നുമില്ല, നിങ്ങളത് പ്രശ്നമുണ്ടാക്കേണ്ട, ഇങ്ങനെയൊക്കെയാണ് EP ജയരാജൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഖനനം നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ചയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് സർക്കാർ. ഈ പ്രശ്നം പരിഹരിക്കാനാകും എന്ന തോന്നലുണ്ടോ? മന്ത്രിയുടെ കഴിഞ്ഞ ഇന്നും 2 ദിവസങ്ങൾക്ക് മുൻപും ഉള്ള പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഒരു കാരണവശാലും ഒരു ചർച്ചയ്ക്ക് ഫലമുണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിൽ ഒരു ഭരണാധികാരിയും മുൻവിധിയോടുകൂടി ഇത്തരം ജനകീയ പ്രശ്നങ്ങളെ സമീപിക്കാറില്ല. ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പരിഹാര മാർഗങ്ങൾ ആരായുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ഭൂരിപക്ഷവും അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി അങ്ങേയറ്റം ധാർഷ്ട്യത്തോടുകൂടി മുൻവിധിയോടുകൂടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് പറയുന്നത് തീർച്ചയായും പൊതുജനങ്ങളോടുള്ള സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ്. ആലപ്പാട് പ്രദേശത്ത് ജനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മണ്ണിൽ ജീവിക്കാൻ അവകാശം നിഷേധിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു പൊതുമേഖല അങ്ങനെയുള്ള അവനവന്റെ മണ്ണിൽ ജീവിക്കണമെന്ന് അതിനുവേണ്ടിയുള്ള പശ്ചാത്തലം എടുക്കണം. വിശേഷിച്ച് പ്രകൃതിയുടെ സംരക്ഷണം കൂടി അതിൽ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതാണ്. അതിനൊന്നും ശ്രമിക്കത്തില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റിനും അതിലെ ഭരണാധികാരികൾക്കും ഒട്ടും ഭൂഷണമല്ല. പക്ഷേ ശ്രീമതി ബിന്ദു കൃഷ്ണ, സർക്കാരിന്റെ ഭാഗമായിട്ട് EP ജയരാജൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അതിന്റെ നിലനിൽപ്പ് സംസ്ഥാനത്തെയും രാജ്യത്തെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്, അവിടെ തൊഴിലാളികളുണ്ട്, നിരവധിയായുള്ള ആളുകൾ, അവരുടെ ജീവിതം പ്രധാനപ്പെട്ടതാണ്. സുനാമിയുമായി ബന്ധപ്പെട്ട് ആലപ്പാട്ട് കുറച്ച് കര കടലെടുത്തു പോയി എന്നതൊഴിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വല്ലാതെ കര നഷ്ടമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം എന്ന് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് UDF സർക്കാരിന്റെ കാലത്തടക്കം ഈ ഖനനം മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം എന്താണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനെന്ത് മറുപടിയായിരിക്കും നൽകുക? ഒന്നാമതായി EP ജയരാജൻ കണ്ണൂരുകാരനാ. അദ്ദേഹത്തിന് എങ്ങനെ ആലപ്പാടുകാരുടെ വേദന അറിയാൻ കഴിയും? ഇവിടെ ഞാൻ ആ പോയിന്റിലേക്കാണ് കടന്നു വന്നത്. ഈ ഖനനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നു, ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതിന് ചുരുക്കം ചില സമയം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായി ആലപ്പാട് എന്നൊരു പ്രദേശം ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാൻ വരുന്നു എന്ന് പറയും. മനുഷ്യൻ ജീവിച്ചിട്ടല്ലേ? രണ്ടാമത്തെ കാര്യമല്ലേ പൊതുമേഖല? മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഞാൻ അതിൽ തുറന്ന മനസ്സോടുകൂടി പറയുന്നു. പൊതുമേഖലാ സ്ഥാപനം, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവരെ ഓരോരുത്തരെയും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന ഭൂരിപക്ഷം വരെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം നിർത്താൻ ഒരിക്കലും നമ്മൾ ആരും കൂട്ടുനിൽക്കില്ല. പക്ഷേ അവിടെ സീ വാഷിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമായി കടലെടുത്തുകൊണ്ട് പോകുന്ന കണക്കാ. ഈ സീ വാഷ് ചെയ്തതിന് ശേഷം ആ മണല് സംസ്കരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ധാതു മണൽ കുറച്ചേ ഉള്ളൂ. അതെടുത്തിട്ട് ബാക്കി കൊണ്ട് അങ്ങോട്ട് ഇടുക പോലും ചെയ്യില്ല. ആ സ്ഥലം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോവുക. മറ്റൊരു കാര്യം, പൊതുമേഖലാ സ്ഥാപനത്തെ നിലനിർത്തുന്നു. ശ്രീ EP ജയരാജനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ചോദിക്കട്ടെ, ഈ IRE എന്ന് പറയുന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഈ മണ്ണ് കൊണ്ടുപോയി വല്ല നിർമ്മാണവും ഉത്പാദനവും നടത്തുന്നുണ്ടോ? ഒരു നിമിഷം ശ്രീമതി ബിന്ദു കൃഷ്ണ, ഞാൻ തിരിച്ചു വരാം. ഈ സമരസമിതിയുടെ നേതാവ് ശ്രീ ശ്രീകുമാർ കൂടെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തോടൊന്ന് ചോദിച്ച ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ശ്രീകുമാർ, ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുമോ നിങ്ങൾ? അതായത് ഖനനം നിർത്തിവെക്കുകയില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ച ശേഷമാണ് സർക്കാർ അങ്ങോട്ടേക്ക് വരുന്നത്. ഖനനം നിർത്തിവെക്കത്തില്ല എന്ന് സർക്കാർ പറയുന്നത് സർക്കാർ ശരിയായ രീതിയിൽ ഈ വിഷയം പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചർച്ചയിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്റെ ലക്ഷ്യം. യോഗത്തിൽ പങ്കെടുത്ത് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ നിലപാട്, അങ്ങനെയല്ലേ? അതെ അതെ അതെ, കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക, ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമരസമിതിയുടെ ലക്ഷ്യം. ഈ കാര്യത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ. അതായത് ഖനനം പൂർണ്ണമായിട്ടും നിർത്തിവെക്കുക എന്നൊരു നിലപാട് സമരക്കാർക്ക് തന്നെയും ഇല്ല. അവരുടെ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാം. ഈ സീ വാഷ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് അത് നിർത്തിവെച്ച് ഖനനവുമായിട്ട് മുന്നോട്ട് പോകട്ടെ, കമ്പനിയെ തകർക്കുന്ന നിലയിലേക്ക് പോകരുത് എന്നൊരു സജഷനാണ് അവർ പറയുന്നതെങ്കിൽ എന്തായിരിക്കും നിലപാട്? കമ്പനി തകരുന്നതും തകരാത്തതല്ല പ്രശ്നം. ഇവിടുത്തെ 25,000 ജനങ്ങളുടെ ജീവിതവും തൊട്ടടുത്ത ഗ്രാമങ്ങളുടെയും തൊട്ടടുത്ത പ്രദേശങ്ങളുടെ ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വവും അതുപോലെ തന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനാണ് ഈ സമരസമിതിക്ക് താല്പര്യം. അതിനുവേണ്ടി ഗവൺമെന്റ് നിലപാടെടുക്കണമെന്നാണ് സമിതി ആവശ്യപ്പെടുന്നത്. അതായത് ശ്രീ ശ്രീകുമാർ, ഈ സീ വാഷ് നിർത്താം,
ഖനനം നിയമപരമായിട്ട് അനുവദിക്കുന്ന വിധം മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ തുടരട്ടെ എന്നൊരു നിർദ്ദേശം പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അല്ല, ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഖനനം തുടരാൻ പറ്റില്ല. കാരണം ഇവിടെ കായലിനും കടലിനും ഇടയ്ക്ക് വളരെ വീതി കുറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ ബുദ്ധിമുട്ടില്ലാതെ ഖനനം ഉണ്ടാക്കാൻ പറഞ്ഞ് ചുമ്മാ പറയാം. അയാളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെയുള്ള ഒത്തിരി സജഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. വിശ്വാസത്തിലെടുക്കാൻ പറ്റിയ സ്ഥാപനമല്ല. ഒരു കുത്തക മുതലാളിയെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് അയ്യാറ് എന്നുള്ള സ്ഥാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മീഡിയ, നിങ്ങളുടെ ക്യാമറകൾ ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ഈ പ്രദേശം കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? ഈ പ്രദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ പ്രദേശം നിലനിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പോരാട്ടം. അല്ലാതെ മറ്റുള്ളവർ അതായത് ശ്രീകുമാർ, ഈ ഖനനം നിർത്തുക എന്നതല്ലാതെ ഒരു കാര്യത്തിനു മുന്നിലും നിങ്ങൾ സമരം നിർത്താൻ പോകുന്നില്ല. ഖനനം നിർത്തിവെക്കുക മാത്രമാണ് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഏക വഴി, അങ്ങനെയല്ലേ? അതെ അതെ അതെ, അത് മാത്രമാണ് സമരം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അത് മാത്രമാണ്. ഈ പ്രദേശത്തിന്റെ നിലനിൽപ്പ് മാത്രമാണ്. കാരണം 25,000 വരുന്ന ഇവിടുത്തെ ജനങ്ങൾ, അവരുടെ തൊഴിൽ, അവരുടെ ജീവിത സാഹചര്യം, ഇതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കമ്പനിക്ക് വേണ്ടി ഗവൺമെന്റ് നിലപാടെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ കാര്യത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ ഗവൺമെന്റ് പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾ എന്തായാലും ഒരു ചർച്ചയ്ക്ക് അങ്ങോട്ടേക്ക് പോകുകയാണ്. അതുകൊണ്ട് ചർച്ചയിൽക്കകത്ത് എന്താണ് നടക്കുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുമാണ്. പക്ഷെ അപ്പോഴും ഇതാണ് സർക്കാരിന്റെയും നിങ്ങളുടെയും നിലപാടെങ്കിൽ ചർച്ചക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾക്ക് സമരം തുടരേണ്ടതായി വരും, അല്ലേ? അല്ല, ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കരുതുന്നത് സർക്കാരിന് ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സർക്കാർ അത് കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ്. സമരക്കാർ മാത്രമല്ല, ഇപ്പോൾ VS അച്യുതാനന്ദൻ തന്നെയും ഈ ഖനനം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി വന്നിട്ടുണ്ട്. സമരക്കാർക്ക് അനുകൂലമായിട്ടാണ് അദ്ദേഹം വരുന്നത്. വലിയ ഊർജ്ജം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും VS അച്യുതാനന്ദന്റെ നിലപാട് വളരെയേറെ ജനപക്ഷമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ നന്ദി ശ്രീകുമാർ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ സമരക്കാരുടെ നിലപാട് വളരെ കൃത്യമാണ്. അവർക്ക് വ്യക്തതയുണ്ട്. ഈ പറയുന്ന ഖനനം നിർത്തിവെക്കുക എന്നതല്ലാതെ ഈ സമരം നിർത്താനുള്ള ഒരു സാഹചര്യവുമില്ല എന്ന്. സർക്കാരിനാണെങ്കിൽ അത് നിർത്തിവെക്കുക, ഖനനം നിർത്തിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നിലപാടിലേക്ക് എത്താനുമാവുകയില്ല. എന്തായിരിക്കും സംഭവിക്കുക? ഒപ്പം VS അച്യുതാനന്ദൻ പറയുന്ന എതിരഭിപ്രായം കേൾക്കാൻ സാധ്യത എത്രത്തോളമാണ് സർക്കാർ? VS അച്യുതാനന്ദൻ പറയുന്ന ഒരഭിപ്രായവും കേരളത്തിലെ ഗവൺമെന്റ് കേൾക്കുന്നില്ല എന്ന് ഈ ഗവൺമെന്റ് രൂപീകൃതമായതിനു ശേഷം ഇത്രയും കാലം നമുക്ക് ഏവർക്കും പൂർണ്ണമായി ബോധ്യമുള്ളതാണ്. ഇവിടെ കരണീയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് ഖനനം നിർത്തിവെച്ച് ചർച്ച ചെയ്ത് വിദഗ്ധരടക്കമുള്ള ഈ പ്രശ്നത്തിന് ബാധിക്കുന്ന ജനങ്ങൾ അടക്കമുള്ളവരുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് സർക്കാർ ഒരു തീരുമാനത്തിലെത്തണം. അല്ലാതെ ഏകപക്ഷീയമായി ഞങ്ങൾ ഇത് നിർത്തുന്ന പ്രശ്നമില്ല എന്ന് പറയും. ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ നിന്ന് സംഭരിക്കുന്ന അസംസ്കൃത മണൽ, ധാതു ശേഖരമുള്ള മണൽ, ആ മണൽ കൊണ്ടുപോയി IRE സംസ്കരിച്ച് ധാതുക്കൾ വേർതിരിച്ചെടുക്കുക അല്ല ചെയ്യുന്നത്. മറിച്ച് IRE മുൻനിർത്തിക്കൊണ്ട് ഈ മണ്ണ് ശേഖരിച്ചിട്ട് ഇത് CMRനെ പോലെയുള്ള കുത്തക കമ്പനികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ IREയിൽ ഒരു പ്രോസസ്സും ഒരു പ്രോഡക്റ്റും ഉണ്ടാകുന്നുണ്ടോ എന്ന് അതിന്റെ ഉത്തരവാദപ്പെട്ടവർ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെയും ശരി. എന്ന് വെച്ചാലും ഈ കമ്പനി പൂട്ടണമെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെന്നുള്ള നമ്മുടെ എല്ലാവരുടെയും പൊതുനയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അതിനേക്കാൾ ഒരല്പം കൂടി പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം. അതായത് ശ്രീമതി ബിന്ദു കൃഷ്ണ, അവിടെ രാഷ്ട്രീയമല്ലേ, നിങ്ങളുടെ രാഷ്ട്രീയമല്ലേ എന്ന സംശയം സ്വാഭാവികമായിട്ട് വരും. അതായത് കമ്പനി പൂട്ടിക്കാവുന്ന സാഹചര്യമൊന്നും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ഖനനം തുടർന്നതാണ്. ഇപ്പോൾ കമ്പനി പൂട്ടുക, ഖനനം നിർത്തുക, ഖനനം നിർത്തിയിട്ട് ഖനനം നടത്തുക കൂടെയാണ് ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവൃത്തിയെങ്കിൽ ഖനനം അങ്ങ് നിർത്തിക്കളഞ്ഞിട്ട് കമ്പനി നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധ്യമാവുക? ഞാൻ അവിടെ ചോദിക്കുന്നല്ലോ, ഇവിടുന്ന് മണലെടുത്തോണ്ട് കമ്പനി ഖനനം ചെയ്ത് കൊണ്ടുവന്ന മണൽ എന്താ ചെയ്യുന്നത്? അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ സർക്കാർ. IREയിൽ ചെയ്യല്ലോ. ഞങ്ങൾ കമ്പനി പൂട്ടിക്കാൻ വരുന്ന ഏജന്റുമാരാണ്, അല്ലെങ്കിൽ സ്വകാര്യ ആളുകൾ. ഇതിന്റെ എതിർ ശബ്ദം പറയുന്നവരെ ഇവർ സ്വകാര്യ ആളുകളുടെ ഏജന്റുമാരാക്കി മാറ്റുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കമ്പനി പൂട്ടിക്കുന്നത് നമ്മുടെ ഒന്നും ലക്ഷ്യമല്ല. ആദ്യം ചെയ്യേണ്ടത് ഖനനം നിർത്തിവെച്ച് ചർച്ച നടത്തണം. എനിക്കോ സനീഷിനോ അല്ലെ നമ്മൾ സാധാരണക്കാർക്ക് ഈ ഇതിനെ സംബന്ധിച്ച് എനിക്കില്ല, വൈദഗ്ധ്യം ഒന്നും തന്നെ ഇല്ല. വൈദഗ്ധ്യമുള്ളവർ ലോകത്ത് പല രാജ്യങ്ങളിൽ ഇത്തരം ഖനനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായി പഠിച്ച് ജനങ്ങളുടെ ആലപ്പാട് എന്ന പ്രദേശത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഖനനത്തെ നിലനിർത്തുന്നതിനെ കുറിച്ച് സാധ്യത സർക്കാർ ആരായണം. അതൊന്നുമില്ല. EP ജയരാജൻ എന്ന് പ്രഖ്യാപിക്കും, ശ്രീ പിണറായി വിജയൻ എന്ന് പ്രഖ്യാപിക്കും, ഞങ്ങൾ നടത്തും, ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല. ശ്രീമതി ബിന്ദു കൃഷ്ണ, അതായത് ഇവിടെ നിന്ന് ഖനനം ചെയ്യുന്ന ഈ കരിമണൽ അങ്ങേയറ്റം അമൂല്യമായിട്ടുള്ള സംഗതിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വേണ്ട വിധത്തിലാണോ ഈ സർക്കാർ ഉപയോഗിക്കുന്നത്, അല്ലെ സർക്കാരുകൾ ഉപയോഗിച്ചെന്ന കാര്യം നമുക്കറിയില്ല. താങ്കൾ പറഞ്ഞതാണെങ്കിലും ശരി, നമുക്കതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയില്ല. പക്ഷേ ഇത് അമൂല്യമാണ് എന്ന കാര്യം എല്ലാവരും പറഞ്ഞ്, ആ മേഖലയിൽ വിദഗ്ധർ പറഞ്ഞ് നമുക്കറിയാം. അപ്പോൾ അമൂല്യമായൊരു കാര്യം ചെയ്യുന്ന അത് പൂർണ്ണമായിട്ട് നിർത്തിവെക്കരുത് എന്ന് തന്നെയാണ് താങ്കളുടെ നിലപാട്. ഈ കമ്പനി ആകപ്പാടെ അടച്ചുപൂട്ടിക്കളയുക എന്ന ആവശ്യം
കോൺഗ്രസിനും മറ്റും ഇല്ലതാനും. ഒരു ചർച്ചയൊക്കെ നടത്തി സമാധാനപൂർണ്ണമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാവട്ടെ എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കും. പൂർണ്ണമായി ബോധ്യപ്പെട്ട് കടലെടുക്കാൻ വേണ്ടി ഇതിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശത്തെ ഭൂപടത്തിൽ നിർത്തിക്കൊണ്ട് വേണം കമ്പനിയുടെ ഖനനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ. ശരി, വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ ഞങ്ങളോട് സംസാരിച്ചതിന്. സമരം അവസാനിപ്പിക്കാൻ ഖനനം നിർത്തണം എന്നതാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോഴും സമരസമിതി മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എന്നാൽ ഖനനം നിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് തങ്ങൾ പോവുകയില്ല എന്ന് സർക്കാരും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇ പി ജയരാജൻ നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നതാണ്. വി എസ് അച്യുതാനന്ദൻ എതിരഭിപ്രായവുമായിട്ട് ഈ സമരാനുകൂല നിലപാടുമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ആലപ്പാട്ടെ വിഷയങ്ങൾ ഇന്ന് വൈകിട്ടാണ് വ്യവസായ മന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന ചർച്ച. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ UDF യോഗം ഇന്ന് ചേരും. മുന്നണി പ്രവേശനത്തിനായി വിവിധ ചെറുകക്ഷികൾ കത്ത് നൽകിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണവും UDF യോഗത്തിൽ ചർച്ചയാകും. PC ജോർജിനെ മുന്നണിയിലെടുക്കുന്നതിനെ ലീഗും മാണിയും എതിർത്തേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ആലോചനയാണ് UDF യോഗത്തിന്റെ മുഖ്യ അജണ്ട. കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും RSPയും അടക്കം പഴയ മണ്ഡലങ്ങളിൽ മത്സരിക്കും. വീരേന്ദ്രകുമാർ മത്സരിച്ചിരുന്ന പാലക്കാട് കോൺഗ്രസ് ഏറ്റെടുക്കും. പതിവിന് വ്യത്യസ്തമായി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചരണം ആരംഭിക്കാനാണ് UDF നീക്കം. വൈകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ള കോൺഗ്രസും ഇത്തവണ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിപുലീകരണവും യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. PC ജോർജ്, കാമരാജ് കോൺഗ്രസ്, JSSലെ രാജൻ ബാബു വിഭാഗം എന്നീ ചെറുകക്ഷികൾ UDF സഹകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ചെറുകക്ഷികളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന പൊതുവികാരം UDFനകത്തുണ്ട്. പക്ഷേ PC ജോർജിന്റെ കാര്യത്തിൽ എതിർപ്പുയരും. ലീഗിലെ ഒരു വിഭാഗവും കേരള കോൺഗ്രസും PC ജോർജിനെ സഹകരിപ്പിക്കുന്നതിനെ തുറന്ന് എതിർക്കും. എതിർപ്പ് അവഗണിച്ച് PC ജോർജിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ സഹകരണമാകാം എന്നതാണ് കോൺഗ്രസ് നിലപാട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ പരമാവധി വേദിയിലെത്തിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാനാണ് UDFന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിരവധി റോഡ് ഷോകളുമായി പ്രചാരണം കൊഴുപ്പിക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു റാലിക്ക് പുറമെ വിവിധ മേഖലകളിൽ റോഡ് ഷോകൾ സംഘടിപ്പിക്കും. 28 അംഗ പ്രചാരണ സമിതിയും 15 അംഗങ്ങൾ വീതമുള്ള മീഡിയ ഏകോപന സ്ഥാനാർത്ഥി നിർണയ സമിതികളും ഉടൻ പ്രഖ്യാപിക്കും. നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾ BJP കേരളത്തിൽ ആസൂത്രണം ചെയ്യുന്നതിനുള്ള കോൺഗ്രസിന്റെ മറുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ. റോഡ് ഷോകളാകുമ്പോൾ പരമാവധി മേഖലകളിൽ വോട്ടർമാരെ ആകർഷിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. പ്രചാരണം തുടങ്ങിയാൽ രാഹുലിന്റെ ഒരു റാലി മാത്രമാണ് നിലവിൽ കേരളത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. AK ആന്റണി, മുകുൾ വാസ്നിക് എന്നിവർക്ക് പുറമെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തും. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വത്തിൽ യുവ വോട്ടുകൾ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും വ്യാപക പ്രചാരണം നടത്തും. BJPക്കെതിരെ ദേശീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല പ്രചാരണായുധമാകും. BJPയെ തടയാൻ കോൺഗ്രസിന് ഒരു വോട്ടെന്നതാകും അഭ്യർത്ഥന. ദേശീയതലത്തിൽ ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ലാത്തതിനാൽ ഇടതു പാർട്ടികൾ ജയിച്ചാൽ തന്നെ BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വഴിയൊരുങ്ങുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കും. K മുരളീധരൻ അധ്യക്ഷനായ പ്രചാരണ സമിതിയിൽ സാംസ്കാരിക നായകരും യുവജന നേതാക്കളുമടക്കം 28 പേരെ ഉൾപ്പെടുത്തും. മാധ്യമ സ്ഥാനാർത്ഥി നിർണയ ഏകോപന സമിതികളിൽ പരമാവധി 15 വീതം അംഗങ്ങളാണുണ്ടാവുക. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പിന് LDF യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. വിപുലീകൃത ഇടതുമുന്നണിയുടെ ആദ്യ യോഗമാണ് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളോടൊപ്പം നവോത്ഥാന വനിതാ മതിലിന്റെ തുടർ ചർച്ചയും യോഗത്തിനുണ്ടാകും. LDF യോഗത്തിൽ VS അച്യുതാനന്ദൻ പങ്കെടുക്കില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BB അരുൺ ചേരുന്നു. അരുൺ, VS അച്യുതാനന്ദൻ പങ്കെടുക്കാത്തത് സ്വാഭാവികമായ കാരണങ്ങളാലാണോ, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണോ? ഒപ്പം മറ്റ് എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ചയാവുക? സനീഷ, ഇടതുമുന്നണി നേതൃയോഗം ആരംഭിച്ചു. VS അച്യുതാനന്ദൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. നേരത്തെ മുന്നണി വിപുലീകരിക്കാൻ തീരുമാനമെടുത്ത ഇടതുമുന്നണി യോഗത്തിലും VS പങ്കെടുത്തിരുന്നില്ല. അതിനും തൊട്ടുമുമ്പ് നടന്ന യോഗത്തിലും പങ്കെടുത്തില്ല. പക്ഷേ ഇന്ന് VS വിട്ടുനിൽക്കുമ്പോൾ അതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം രാവിലെ VSന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചത്. പക്ഷേ VS പങ്കെടുക്കുന്നില്ല എന്ന് പിന്നീട് സ്ഥിരീകരണം വന്നു. R ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിന്റെ മകനും പത്തനാപുരം MLAയുമായ KB ഗണേഷ് കുമാറുമാണ് കേരള കോൺഗ്രസ് BA പ്രതിനിധീകരിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ബാലകൃഷ്ണപിള്ളയെ മുന്നണിയുമായി സഹകരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും അതിനുശേഷം മുന്നണി എടുത്തപ്പോഴും രൂക്ഷ വിമർശനവുമായി VS രംഗത്ത് വന്നിരുന്നു. മുന്നണി വിപുലീകരിക്കേണ്ടത് മുന്നണിയുടെ സ്വഭാവമുള്ള കക്ഷികളെ കൂടി ഉൾപ്പെടുത്തി വേണമെന്നായിരുന്നു VSന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ VSന്റെ ഇന്നത്തെ വിട്ടുനിൽക്കൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മറ്റു പുതിയ കക്ഷികളും INLും ജനാധിപത്യ കേരള കോൺഗ്രസും
ലോക് താന്ത്രിക് ജനതാദളും പ്രതികരിച്ച് ഷേഖ് പി ഹാരിസും എം വി ശ്രേയംസ്കുമാറുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിനെ പ്രതികരിച്ച ഫ്രാൻസിസ് ജോർജും ഡോക്ടർ കെ സി ജോസഫും പങ്കെടുക്കുന്നു. INL പ്രതികളും യോഗത്തിനെത്തിയിട്ടുണ്ട്. മുന്നണി വിപുലീകരണത്തിന് ശേഷമുള്ള ആദ്യ മുന്നണി യോഗം ചേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തന്നെയാകും പ്രധാന ചർച്ചാ വിഷയം. പ്രധാനമായും ഫെബ്രുവരി ആദ്യവാരം ഇടതുമുന്നണിയുടെ ഒരു സംസ്ഥാനതല പ്രചരണ ജാഥ തീരുമാനിക്കും. അതിന്റെ തീയതിയും മറ്റ് വിശദാംശങ്ങളും യോഗം ചർച്ച ചെയ്യും. വനിതാ മതിലിന്റെ ഭാഗമായുള്ള തുടർ പ്രവർത്തനങ്ങളും യോഗത്തിന്റെ ചർച്ചയ്ക്ക് വരും. അതൊരു തുടർ സംവിധാനമായി മുന്നോട്ട് കൊണ്ടുപോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി പിന്നാക്ക ഹൈന്ദവ സംഘടനകളുടെ പിന്നാക്ക സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. അത്തരം ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. ആലപ്പാട്ട് വിഷയം കത്തുനിൽക്കുന്ന സാഹചര്യമാണ്. ആലപ്പാട്ട് സമരസമിതിയുമായി ഇന്ന് സർക്കാർ ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ വിഷയം ഒരുപക്ഷെ യോഗത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുമുണ്ട്. അരുൺ, ഈ ശബരിമല വിഷയം പോലുള്ള കാര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന ഇത് സംബന്ധിച്ചുള്ള പുതിയ ആലോചനകളും കാര്യങ്ങളുമൊക്കെ അതിനകത്തുണ്ടാകുമോ? ഒപ്പം ഈ BJPയെ നരേന്ദ്രമോദി വന്ന് ഒരർത്ഥത്തിൽ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു, പ്രചാരണ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ BJP ഉയർത്തുന്ന വെല്ലുവിളിയെ സംബന്ധിച്ചുള്ള ആലോചനകളും ഉണ്ടാവുകയില്ലേ? ശബരിമല വിഷയം തന്നെയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധം. പ്രത്യേകിച്ചും പ്രതിപക്ഷവും BJPയും അത് സർക്കാരിനെതിരെ ആയുധമാക്കും. അതിനെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്യും. കൂടുതൽ ജനങ്ങളിലേക്ക് ഈ വിഷയം എന്തുകൊണ്ട് അത്തരമൊരു നിലപാട്, സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്ന കാര്യം നേരത്തെ തന്നെ മുന്നണി പൊതുയോഗങ്ങളുടെയും മറ്റും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോൾ ഇടതുമുന്നണിയുടെ പ്രബലമായ രണ്ട് കക്ഷികളും CPM ശില്പശാലകളുടെയും CPI പഠന ക്ലാസുകളുടെയും പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് തുടർ കീഴ്ഘടകങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. BJP തീർച്ചയായും ഈ ശബരിമല വിഷയം വൻ പ്രചരണ ആയുധമാക്കും. അവരുടെ പ്രധാന തുറുപ്പുചീട്ടായി ഈ വിഷയം ഉയർന്നു വരും. മാത്രമല്ല അതിന്റെ ഗുണം അവർക്ക് കിട്ടുമെന്നും ഒരു തരത്തിൽ ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നുണ്ട്. അതിന്റെ വ്യാപ്തി പരമാവധി കുറയ്ക്കാൻ നടപടികളാകും മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. BJPയിലേക്ക് UDF ദുർബലമെന്ന മുന്നണി വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ UDFന്റെ ആ ദൗർബല്യം BJP മുതലെടുക്കുന്നത് പരമാവധി കുറയ്ക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. ഇവിടെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, R ബാലകൃഷ്ണപിള്ള AK സെന്ററിനകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ കൂടെ ഉണ്ടല്ലോ. അത് വളരെ ഒരു രാഷ്ട്രീയമായിട്ട് കേരളത്തിലൊരു പ്രാധാന്യമുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. AK സെന്ററിനകത്തേക്ക് അദ്ദേഹം വരുന്നു. R ബാലകൃഷ്ണപിള്ള ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, മുഖ്യമന്ത്രിയായിരുന്ന BS അച്യുതാനന്ദനാൽ നല്ല നിയമ പോരാട്ടം നടത്തി ജയിൽ ശിക്ഷ, അഴിമതി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന നേതാവാണ് ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് AK സെന്ററിനകത്തേക്ക് വരുന്നത്. ഒപ്പം BS അച്യുതാനന്ദന്റെ അസാന്നിധ്യം അവിടെ ഉള്ള യോഗവുമാണ് എന്ന കാര്യം കൂടി അവിടെയുണ്ട്. R ബാലകൃഷ്ണപിള്ള അങ്ങോട്ട് വരുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമാണ്? ഒപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ NSSുമായിട്ട് അതിശക്തമായിട്ടുള്ള വിദ്വേഷവും പരസ്പരാരോപണങ്ങളും CPM പ്രധാനപ്പെട്ട കക്ഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ബാലകൃഷ്ണപിള്ള അങ്ങോട്ട് വരുന്നത് എന്ന കാര്യം കൂടെയുണ്ട്. ഏത് നിലക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം അദ്ദേഹത്തിന്റെ വരവിനുണ്ട്? ബാലകൃഷ്ണപിള്ള പതിറ്റാണ്ടുകളോളം ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗകനായിരുന്നു. എല്ലാ യോഗങ്ങളിലും ഇടതുമുന്നണി നേതൃത്വത്തെ രൂക്ഷമായി ആക്രമിച്ച് രംഗത്ത് വരുന്ന നേതാവ്. അതിനെതിരെ ഏറ്റവും അധികം ബാലകൃഷ്ണപിള്ളയുടെ നിലപാടുകൾക്കെതിരെ, അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെയൊക്കെ ഏറ്റവും അധികം നിലപാടെടുത്ത് രംഗത്ത് വന്നതും സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തി ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തതും അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന പിന്നീട് മുഖ്യമന്ത്രിയായി തീർന്ന BS അച്യുതാനന്ദനാണ്. അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണം ഇടതുമുന്നണി പ്രധാന പ്രചരണ ആയുധമാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ബാലകൃഷ്ണപിള്ള തെറ്റിത്തിരുത്താൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ബാലകൃഷ്ണപിള്ളയെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇടതുമുന്നണിയുടെ വിശദീകരണം. പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയുമായി മുന്നണി സഹകരിച്ചിരുന്നു. ഒരു MLA, ഇടതുമുന്നണിയുടെ MLA തന്നെയാണ് KB ഗണേഷ് കുമാർ നിയമസഭയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ സാഹചര്യം മാറി. അതുകൊണ്ട് ബാലകൃഷ്ണപിള്ള ഇപ്പോൾ മുന്നണിയിലേക്ക് വരുന്നതിൽ തെറ്റില്ല എന്ന് നേതൃത്വം വിലയിരുത്തുന്നു. അപ്പോഴും VSന് വിരുദ്ധാഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന് ഇന്നത്തെ വിട്ടുനിൽക്കൽ ആ സാഹചര്യത്തിൽ കൂടി പരിഗണിക്കണം. UDFന്റെ രൂപീകരണ സമയത്തെ പ്രധാന നേതാക്കളിലൊരാളായ UDFന്റെ സ്ഥാപക നേതാവായ R ബാലകൃഷ്ണപിള്ളയുടെ ഇടതുമുന്നണിയിലേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ AK സെന്ററിലെ ഇന്നത്തെ പ്രവേശനവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. അത് പക്ഷേ മുന്നണി പൂർണ്ണമായും ബാലകൃഷ്ണപിള്ളയെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. VSന്റെ ഭിന്നവാദങ്ങളെ, VSന്റെ എതിർവാദങ്ങളെ കാര്യമായി എടുക്കാതെ ഇടതുമുന്നണി നേതൃത്വം ബാലകൃഷ്ണപിള്ളയെ പൂർണ്ണമായും തങ്ങളിലേക്ക് ഉൾക്കൊണ്ടിരിക്കുന്നു വേണം പറയാൻ. നന്ദി അരുൺ. വിവരങ്ങൾക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിച്ച കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേരള രാഷ്ട്രീയവും. ഇടതുമുന്നണിയുടെയും UDFന്റെയും യോഗങ്ങൾ, നിർണായകമായ യോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. LDFന്റെ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. BS അച്യുതാനന്ദൻ പങ്കെടുക്കുന്നില്ല. R ബാലകൃഷ്ണപിള്ള
മുന്നണിയിലേക്ക് പുതുതായി ചേർന്ന കക്ഷിയുടെ നേതാവ് എന്ന നിലക്ക് പങ്കെടുക്കുന്നുണ്ട്. അതീവ രാഷ്ട്രീയ പ്രാധാന്യമേറിയ ഒരു യോഗം ശബരിമല വിഷയമടക്കം നടക്കുന്ന കാലത്താണ്. നരേന്ദ്രമോദി തന്നെയും തെരഞ്ഞെടുപ്പിന് അനൗപചാരികമായുള്ള ഉദ്ഘാടനം എന്ന നിലക്ക് അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങൾ വിന്യസിച്ചു പോവുകയും ചെയ്തതിനു ശേഷമുള്ള യോഗമാണ്. വളരെ പ്രധാനപ്പെട്ട LDF യോഗം, മുന്നണി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട് സുപ്രീംകോടതി വിധിക്കെതിരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യുവതികൾക്ക് നിരാഹാരമിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണോ നിരീക്ഷക സമിതിക്കുള്ളത് എന്ന് പോലും എനിക്ക് ആശങ്കയുണ്ട്. സർക്കാരിനെതിരാണെന്ന് ഞാൻ കരുതുന്നില്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസ്സത്തയ്ക്കെതിരാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അവർക്ക് നിരാഹാരമിരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ ഈ രാജ്യം, അവർ നിരാഹാരമിരിക്കട്ടെ. ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണിക്കുകയാണ്. അതിലേക്ക് ഓക്കെ. കിഫ്ബിയുടെ ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഇന്ന് നടന്ന ജനറൽ ബോഡിയിലുമായി മൊത്തം 1611 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം നൽകി. ഇതിൽ ചിലതെല്ലാം വളരെ പ്രധാനപ്പെട്ട വലിയ പ്രൊജക്റ്റുകളാണ്. ആലപ്പുഴ മൊബിലിറ്റി ഹബ്ബാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 400 പരം കോടി രൂപ ചെലവ് വരുന്ന പ്രൊജക്ടിന്റെ ആദ്യഘട്ടത്തിന് വേണ്ടിയിട്ട് 129 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പരപ്പനങ്ങാടി ഫിഷിംഗ് ഹാർബർ 112 കോടി രൂപ. ഒത്തിരി നാളായി, 2 ദശാബ്ദത്തിലേറെയായിട്ട് പല കാരണങ്ങൾ കൊണ്ടും പണിതീരാതെ നീണ്ടുപോകുന്ന ഒരു പ്രൊജക്റ്റാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. തൃശ്ശൂരിലെ സൂ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് 157 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതുവരെയും കിഫ്ബി സ്കൂളുകളുടെ ഘട്ടങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ചില ജില്ലകളിലെ കോളേജുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതാണ് ഒരു പുതിയ കാര്യം ഉണ്ടായിട്ടുള്ളത്. സാംസ്കാരിക മേഖലയിൽ കിഫ്ബി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇത്തവണ ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു 4 ജില്ലകളിൽ സാംസ്കാരിക നിലയങ്ങൾ, പാലക്കാടുള്ളതാണ് ഏറ്റവും വലുത്, 55 കോടി രൂപ വരുന്നതാണ്. തോമസ് ഐസക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗൺ 24 മണിക്കൂറിനകം 100 കോടി രൂപ പിഴ നൽകണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ കഴിഞ്ഞ വർഷം നവംബറിൽ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് പിഴ അടക്കേണ്ടത്. അനുവദനീയ അളവിൽ കൂടുതൽ നൈട്രജൻ ഓക്സൈഡ് പുറത്തുവിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി മലിനീകരണവും ഉണ്ടാക്കി എന്നതിനാണ് പിഴ. ബാർ കോഴക്കേസിൽ KM മാണിക്കെതിരെ തുടരന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി വേണ്ടെന്ന് വിജിലൻസ്. ഈ കാര്യം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. കോഴക്കേസായതിനാൽ സർക്കാരിന്റെ അനുമതി വാങ്ങണമെന്ന വ്യവസ്ഥ ബാധകമല്ലെന്നും വിജിലൻസ് വ്യക്തമാക്കുന്നു. കേസ് ഈ മാസം 29 കോടതി പരിഗണിക്കും. CN പ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. പ്രകാശ്, എന്താണ് വിശദാംശങ്ങൾ? ഇതെങ്ങനെയാണ് കേസിന്റെ മുന്നോട്ട് പോകിനെ സ്വാധീനിക്കുക? ബാർക്കോഴ കേസിൽ മുൻ ധനമന്ത്രി KM മാണിക്കെതിരെ അന്വേഷണം വേണ്ട, തുടരന്വേഷണം അതിന് സർക്കാരിന്റെ അനുമതി വേണ്ട എന്നാണ് വിജിലൻസ് ഇപ്പോൾ രേഖാമൂലം ഹൈക്കോടതിയെ അറിയിച്ചത്. പുതിയ ഭേദഗതി അനുസരിച്ച് മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന് വിജിലൻസ് പറയുന്നു. വിചാരണ കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസ് തയ്യാറാണ് എന്നും വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറാണ്. ഹൈക്കോടതിയുടെ അനുമതി വേണം ഇക്കാര്യത്തിൽ എന്നുകൂടിയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ വിജിലൻസ് കോടതിയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അനുമതി തേടണം എന്ന ഉത്തരവിട്ടത്. ഇതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദനും ഒപ്പം തന്നെ ബിജു രമേശുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഇപ്പോൾ വിജിലൻസ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന് തന്നെയാണ്. നന്ദി പ്രകാശ് വിവരങ്ങൾക്ക്.
KSRTC തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ലേബർ കമ്മീഷണർ ചർച്ച നടത്തുകയാണ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ചർച്ച. പണിമുടക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായേക്കില്ല. വിവരങ്ങളുമായി BR കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഇന്നത്തെ യോഗത്തിലും മറ്റുമൊക്കെ സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടാകണം എന്ന ഒരു ഉപാധിക്ക് മേലല്ലേ ഇന്നലെ സമരം പിൻവലിച്ചത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഹൈക്കോടതി നിർദ്ദേശാനുസരണമാണ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും MD ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു പരാതിയാണ് ഇവർ ഇവിടെ ഉന്നയിക്കുക. AAPCയുടെയും CITUയുടെയും അടക്കമുള്ള പ്രമുഖ യൂണിയനുകളുടെ പ്രതിനിധികളെല്ലാം തന്നെ ലേബർ കമ്മീഷണറേറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ചർച്ച ഏറെക്കുറെ ആരംഭിച്ചു കഴിഞ്ഞു. CITU നേതാവാണ് ഇപ്പോൾ ചർച്ചയിൽ സംസാരിക്കുന്നത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് തൊഴിലാളികളുടെ സംരക്ഷണം, അവരുടെ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ സംരക്ഷണം നൽകണം. കരാർ വ്യവസ്ഥകൾ പലതും KSRTCയിൽ പാലിക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ലേബർ കമ്മീഷണറോട് MDക്കെതിരെ വ്യക്തിപരമായ പരാതികളും അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങളുമാണ് അവർ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ഇന്നലെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ മെക്കാനിക്കൽ വിഭാഗത്തിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ മാസം 29-നും 31-നുമൊക്കെയായി ചർച്ചകൾ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പണിമുടക്കെതിരെ പിൻവലിച്ചിരുന്നു. സ്വാഭാവികമായും മന്ത്രിതലത്തിൽ ഇനിയൊരു ചർച്ച നടക്കേണ്ടതുകൊണ്ട് ലേബർ കമ്മീഷണറോട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് എത്തിച്ചേരില്ല. ഇവർക്ക് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും MDക്കെതിരായ പരാതികളുമാണ് ഇന്ന് ലേബർ കമ്മീഷണറോട് ഉന്നയിക്കുന്നത്. ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. സനീഷ്, നന്ദി കാർത്തിക് വിവരങ്ങൾക്ക്. സ്വന്തം ഭൂമിയിൽ വനം വകുപ്പിന്റെ ഔദാര്യം പറ്റി കഴിയേണ്ട അവസ്ഥയിൽ 42 ആദിവാസി കുടുംബങ്ങൾ. നിലമ്പൂർ ചാലിയാൽ പഞ്ചായത്തിലെ വെണ്ണേക്കോട് ആദിവാസി കോളനി നിവാസികൾക്കാണ് 36 വർഷമായി സ്വന്തമായിരുന്ന ഭൂമിയുടെ അവകാശം നഷ്ടമായിരിക്കുന്നത്. ഇവരുടെ ഉടമസ്ഥതയിലുള്ളത് നിക്ഷിപ്ത വനഭൂമിയാണ് എന്നാണ് വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട്. 2016 മുതൽ ഭൂനികുതി സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് നിർത്തി. പണ്ട് സ്ഥലം നോട്ടക്കാരനായിരുന്നു അച്ഛന്. ഇത് കോലക്കാര ഭൂമിയായിരുന്നു. പഴയ കണക്കിൽ അങ്ങനെ കൊടുത്തത് അച്ഛന്. മഞ്ചേരി കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 175 ഏക്കർ ഭൂമി എങ്ങനെ മുൻ തലമുറയ്ക്ക് സ്വന്തമായി എന്ന് പറയുകയാണ് രാമൻകുട്ടി. മുതുവാൻ കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ 24 പേർക്കായി 1960കളിലാണ് കോവിലകം 175 ഏക്കർ ഭൂമി വിട്ടു നൽകിയത്. 1980കളിൽ ഇവർക്ക് പട്ടയം ലഭിച്ചു. ഇന്ന് 42 കുടുംബങ്ങളിലായി 60 പേരാണ് ഇവിടെ താമസം. 2016 വരെ ഭൂനികുതി അടച്ചിരുന്നു. പക്ഷേ അതിനുശേഷം കഥ മാറി. റവന്യൂ വകുപ്പ് നികുതി സ്വീകരിക്കാതെയായി. ഞങ്ങൾ വന്നതിനൊക്കെ ശേഷം വന്ന് കുടിയേറിപ്പാർത്ത കർഷകർക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് എന്തും ചെയ്യാം. കാരണം അവർക്കുള്ള അതേ പട്ടയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ കോവിലങ്കാർ തന്ന ഭൂമിയാണ്, അവർക്കും കോവിലങ്കാർ കൊടുത്ത ഭൂമിയാണ്. പ്രദേശം നിക്ഷിപ്ത വനഭൂമിയാണെന്നാണ് വനം വകുപ്പിന്റെ വാദം. 971 തന്നെ ഭൂമി വനം വകുപ്പിന്റെ കൈവശമായിരുന്നെന്നും വകുപ്പ് അവകാശപ്പെടുന്നു. ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം ഇവിടെ താമസിക്കാം, പക്ഷേ ഭൂമി സ്വന്തമാകില്ല. വനം വകുപ്പിന്റെ ഈ തീരുമാനം അംഗീകരിക്കാൻ ആദിവാസികൾ തയ്യാറല്ല. ഇപ്പൊ സർക്കാർ ചെയ്യേണ്ടത് നിലവിൽ ഞങ്ങൾക്ക് അനുവദിച്ച 24 പട്ടയം അത് നിലനിർത്തി തരിക. വനാവകാശ നിയമം നിർദ്ദേശിക്കുന്നത് പോലെ ഭൂമി സ്വന്തം പോലെ ആവുകയല്ല, സ്വന്തമാക്കുകയാണ് ഇവരുടെ ആവശ്യം. ഭൂമിയുടെ അവകാശവും അഭിമാനവും സംരക്ഷിക്കാൻ ഇവർ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. നിലമ്പൂർ വെണ്ണേക്കോട്ട് നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. റവന്യൂ വകുപ്പിന്റെ പിഴവാണ് വെണ്ണക്കോട്ടെ 175 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായതിന് കാരണമെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വനഭൂമിക്കാണ് റവന്യൂ വകുപ്പ് പട്ടയം നൽകിയത്. ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം മാത്രമേ ഇവിടെ താമസിക്കാൻ സാധിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് വനം വകുപ്പ്. 1971 നിക്ഷിപ്ത വന നിയമം നിലവിൽ വന്നത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വനഭൂമി മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു. 1977 വെണ്ണേക്കോട്ടെ 175 ഏക്കറും ഏറ്റെടുത്തുവെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം. വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിക്കാണ് പട്ടയം നൽകിയത്. ഇത് റവന്യൂ വകുപ്പിന്റെ പിഴവ് മൂലമാണെന്നും വനംവകുപ്പ് വിശദീകരിക്കുന്നു. വെണ്ണേക്കോട്ടെ ഭൂമിയുടെ പട്ടയതർക്കം സംബന്ധിച്ചും അവിടെ നിന്നും മരം മുറിക്കുന്നത് സംബന്ധിച്ചും നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം കോടതി വിധികൾ വനംവകുപ്പിന് അനുകൂലമായിട്ടായിരുന്നു. മേഖലയിലെ പട്ടയങ്ങൾ റദ്ദാക്കണമെന്ന് 2012 സർക്കാർ ഉത്തരവും പുറപ്പെടുവിച്ചു. അതുകൊണ്ട് തന്നെ ആദിവാസികൾക്ക് പട്ടയം ലഭിക്കണമെങ്കിൽ വനഭൂമി സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യേണ്ടി വരുമെന്നും നിലമ്പൂർ നോർത്ത് DFO വിശദീകരിച്ചു. They have to go through the Forest Conservation Act. They have to purchase the government has to purchase the land to distribute among the tribals. വനാവകാശ നിയമപ്രകാരം ഭൂമിയിൽ താമസിക്കാൻ വയ്യുന്ന നിലപാടിൽ ആദിവാസികൾ ഉറച്ചു നിൽക്കുകയാണ്. വനം വകുപ്പിന്റെ കണക്കിൽ നിക്ഷിപ്ത വനഭൂമിയാണ് വെണ്ണേക്കോട്ടേത്.
ഇത് വിട്ടുകൊടുത്താൽ ഇതിനെ പിൻപറ്റി നിരവധി സ്ഥലങ്ങൾ ഇതുപോലെ വിട്ടുകൊടുക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് വനംവകുപ്പ് കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. നിലമ്പൂരിൽ നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ലിറ്ററിന് ₹1 നിരക്കിൽ കൊച്ചിക്കാർക്ക് കുടിവെള്ളം നൽകാനുള്ള കൊച്ചി വാട്ടർ പദ്ധതി തുടക്കത്തിലെ അട്ടിമറിക്കപ്പെട്ടു. പദ്ധതിയുടെ രവിപുരത്തെ ശുദ്ധജല പ്ലാന്റ് ഉദ്ഘാടനത്തോടെ തന്നെ പൂട്ടി. ഇടപ്പള്ളിയിലെ പ്ലാന്റിന് പൂട്ടുവീണിട്ട് മാസങ്ങളായി. ദിവസവും കോടികളുടെ കുപ്പിവെള്ളം സ്വകാര്യ കമ്പനികൾ വിറ്റഴിക്കുന്ന കൊച്ചിയിൽ ലിറ്ററിന് ₹1 നിരക്കിൽ ജനങ്ങൾക്ക് വെള്ളം നൽകാനായിരുന്നു നഗരസഭാ പദ്ധതി. നഗരസഭയും വനിതാ വികസന കോർപ്പറേഷനും ചേർന്നാണ് കൊച്ചി വാട്ടറിന് തുടക്കമിട്ടത്. വെള്ളത്തിന്റെ ഉൽപാദന വിതരണ ചുമതല കുടുംബശ്രീക്കായിരുന്നു. 3 ആധുനിക പ്ലാന്റുകളാണ് സ്ഥാപിച്ചത്. പക്ഷേ മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്ത രവിപുരത്തെ പ്ലാന്റ് പിന്നീട് പ്രവർത്തിച്ചിട്ടില്ല. ഇടപ്പള്ളിയിലെ പ്ലാന്റിന് പൂട്ട് വീണിട്ട് മാസങ്ങളായി. ലക്ഷങ്ങൾ മുടക്കിയ ഉപകരണങ്ങളൊക്കെ തുരുമ്പെടുത്തു. ഒരു പ്രൊജക്റ്റും ഉദ്ഘാടനം ചെയ്ത് ഒരു മാമാങ്കം നടത്തി കൊണ്ടുപോകുന്നല്ലാണ്ട് അത് കാര്യക്ഷമമായി ജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി നടപ്പിലാക്കി കൊണ്ടുപോകാൻ കൊച്ചി നഗരസഭയുടെ ഭരണാധികാരികൾക്ക്, മേയർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയാതെ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ പിടിപ്പുകേടും കാര്യക്ഷമത ഇല്ലായ്മയും കാണിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകരെ കിട്ടാത്തതിനാലാണ് പ്ലാന്റ് പൂട്ടിയതെന്ന രവിപുരം കൗൺസിലർ ഡേവിഡ് പറമ്പിത്തറ. 25 ലക്ഷം രൂപ മുടക്കിയ പ്ലാന്റ് തുറക്കാൻ ആലോചനയുണ്ടെന്നും കൗൺസിലർ. അപ്പോൾ NULM ഞാൻ ആ പ്രോജക്റ്റ് ഒന്ന് ഷെഡ്യൂൾ ചെയ്തെടുക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് വീക്കിൽ ഞാനിവിടെ ഇതിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങാനായിട്ടുള്ളതാണ് എൻ്റെ ഒരു ശ്രമം. അത് നടത്തുക തന്നെ ചെയ്യണം. എത്ര മോശമായ വെള്ളവും ശുദ്ധീകരിക്കാവുന്ന രീതിയിലായിരുന്നു പ്ലാന്റുകളുടെ നിർമ്മാണം. ലക്ഷങ്ങൾ മുടക്കി തുടങ്ങിയ പ്ലാന്റുകളാണ് ഇങ്ങനെ പൂട്ടിക്കിടന്ന് നശിക്കുന്നത്. പദ്ധതികൾ തുടങ്ങാനെടുക്കുന്ന ആർജവം അത് വേണ്ട വിധം നടത്തിക്കൊണ്ടുപോകാനും ബന്ധപ്പെട്ട അധികൃതർ കാണിക്കേണ്ടതായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ PV രഞ്ജിത്തിനോടൊപ്പം വിനീത VG, ന്യൂസ് 18. മുനമ്പം മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച വാഹനം പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് ആളുകളെ കൊണ്ടുപോയ ടെമ്പോ ട്രാവലറാണ് കണ്ടെത്തിയത്. ഓൺലൈൻ വഴിയാണ് വാഹനം ബുക്ക് ചെയ്തത്. വിവരങ്ങളുമായി BB വിനോദ് ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ എന്താണ്? സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ വാഹനം ബുക്ക് ചെയ്തത്. ഈ സംഘം ഈ വാഹനത്തിൽ 7 രാത്രി തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് പുറപ്പെടുകയായിരുന്നു. ഡ്രൈവറോട് ഈ സംഘത്തിലുള്ളവർ വ്യക്തമാക്കിയത് ക്ഷേത്ര ദർശനത്തിന്. വിനോദ്, വ്യക്തമാകുന്നില്ല. താങ്കളുടെ ടെലിഫോണിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു വരാം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. മറ്റ് വാർത്തകളിലേക്ക്. കർണാടകയിലെ കോൺഗ്രസ് JDS സർക്കാരിനെ അട്ടിമറിക്കാനുള്ള BJPയുടെ ഓപ്പറേഷൻ താമര വാടുന്നു. സർക്കാരുമായി അകന്നു നിൽക്കുന്ന വിമത സ്വതന്ത്ര MLAമാരെ മടക്കിക്കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഫലം കണ്ടു തുടങ്ങി. ഇവർക്ക് മന്ത്രിസ്ഥാനവും മറ്റു പദവികളും വാഗ്ദാനം ചെയ്തുവെന്നാണ് വിവരം. നാളെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഹരിയാനയിലെ റിസോർട്ടിലുണ്ടായിരുന്ന BJP MLAമാരും സംസ്ഥാന അധ്യക്ഷൻ BS യെദ്യൂരപ്പയും ബംഗളൂരുവിൽ തിരിച്ചെത്തിയതോടെയാണ് കോൺഗ്രസ് JDS സർക്കാരിനെതിരെയുള്ള അട്ടിമറി തന്ത്രങ്ങൾ BJP ഉപേക്ഷിച്ചതെന്ന സൂചന പുറത്തുവന്നത്. 104 MLAs together, we do not even a single person go to any other political party, and we are together and we are going to fight for the Lok Sabha election. At least we must win 120 assembly parliament constituencies. BJP അടർത്തിയെടുത്ത സ്വതന്ത്ര MLAമാരെയും വിമത കോൺഗ്രസ് MLAമാരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ് സംസ്ഥാന AICC നേതൃത്വങ്ങൾ വിജയിച്ചതായാണ് വിവരം. മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള പദവികൾ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം കർശനമായ മുന്നറിയിപ്പും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLAമാർക്ക് നൽകിയിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കാത്തവരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കുമെന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. മുംബൈയിലെ ഹോട്ടലിൽ തങ്ങുന്ന വിമതരായ രമേശ് ജാർക്കിഹോളി അടക്കം 5 കോൺഗ്രസ് MLAമാർക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. പിന്തുണ പിൻവലിച്ച സ്വതന്ത്ര MLAമാർക്കും ബോർഡ് ചെയർമാൻ പദ്ധതികളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തോടെ നിലവിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം പരിഹരിക്കപ്പെടാനാകുമെന്നാണ് കോൺഗ്രസിന്റെയും ദളിന്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മേഘാലയയിലെ അനധികൃത ഖനിയിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. 200 അടി താഴ്ചയിൽ നിന്ന് നാവികസേനയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 13-നാണ് ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ഡിസ്ട്രിക്റ്റിലെ അനധികൃത ഖനിയിൽ 15 തൊഴിലാളികൾ കുടുങ്ങിയത്. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇത്രയും ദിവസം ഈ തെരച്ചിൽ തുടരുക തന്നെയായിരുന്നോ? മറ്റുള്ളവരുടെ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ?
സനീഷ്, 35 ദിവസമായി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. തൊഴിലാളികളിൽ എല്ലാവരും തന്നെ മരിച്ചിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ സംഘവുമുള്ളത്. എങ്കിലും മൃതദേഹം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് തുടരുന്നത്. ഇതിന്റെ ഭാഗമായി നാവികസേന വെള്ളത്തിനടിയിൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഈ മൃതദേഹം ഇപ്പോഴും പുറത്തെത്തിക്കുന്നതിനുള്ള അതിതീവ്രമായ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 35 ദിവസം പിന്നിട്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ മൃതദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാകുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് ജീർണിച്ച അവസ്ഥയിലായിരിക്കാമെന്ന നിഗമനവുമുണ്ട്. രക്ഷാപ്രവർത്തകർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് ദുരന്തം നടന്ന് 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ ഈ ഗുഹാമുഖത്ത് നിന്ന് ഖനിക്കുള്ളിൽ നിന്ന് വളരെയധികം ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു എന്ന തരത്തിൽ അത് മൃതദേഹങ്ങൾ ചീഞ്ഞ് അളിഞ്ഞതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കാമെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു അവരെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങളാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും അത് പുറത്തെത്തിക്കുക എന്നത് പോലും അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കഴിഞ്ഞ 35 ദിവസമായി നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യം എന്നത് പരിസരത്തു കൂടി ഒഴുകുന്ന നദിയിൽ നിന്ന് ജലം ഈ ഖനിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ 200 അടി താഴ്ചയിൽ ആണ് ഇപ്പോൾ മൃതദേഹം കണ്ടെടുത്തിട്ടുള്ളത്. ഇവിടെ ദിവസങ്ങളായി കൂറ്റൻ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് നീക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അത് വിജയിക്കാത്ത സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ 1 കോടി ലിറ്ററിലധികം ജലം പമ്പ് ചെയ്ത് നീക്കി. പക്ഷേ അതിന് ആനുപാതികമായി തന്നെ വീണ്ടും ജലം അവിടെ നിറയുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഗുഹാമുഖത്തും അത് ഖനിക്കുള്ളിലെ ഓരോ ഗുഹയ്ക്ക് ഉള്ളിലേക്കും ഇത്തരത്തിൽ വെള്ളം പ്രവഹിച്ചിട്ടുണ്ടാകാം. ആ വെള്ളത്തിൽ ജീവനോടുകൂടി അവശേഷിക്കുക എന്നത് സാധ്യമായ ഒന്നല്ല. 30 ദിവസങ്ങൾ പിന്നിടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനമായും മൃതദേഹങ്ങളെങ്കിലും പുറത്തെത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ 14 തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു വിവരവും ഇപ്പോഴും ഈ തെരച്ചിൽ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഒരാളുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതാകട്ടെ ഇത്രയും അടി താഴ്ചയിൽ വലിയ തോതിൽ ജലമുള്ളതിനാൽ പുറത്തെത്തിക്കുക എന്നത് പോലും ഏറെ ശ്രമകരമായ ദൗത്യമാണ്. ആ നിലയിലുള്ള ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 13-നായിരുന്നു 15 ഖനി തൊഴിലാളികൾ അനധികൃത ഖനി മേഖലയിൽ കുടുങ്ങിയത്. ദേശീയ ജമ്മു ഡൽഹി ദുരന്തോ എക്സ്പ്രസിൽ വൻ കവർച്ച. ഡൽഹിയിൽ വെച്ച് B3, B7 കോച്ചുകളിലെ യാത്രക്കാരാണ് കവർച്ചക്കിരയായത്. ആയുധങ്ങളുമായി എത്തിയ സംഘം യാത്രക്കാരെ തടഞ്ഞുവെച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കുകയായിരുന്നു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബ്രെക്സിറ്റ് കരാർ തള്ളിയതിന് പിന്നാലെ അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ് 306-നെതിരെ 325 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളിയത്. ബ്രെക്സിറ്റ് ചർച്ചകൾക്കായി എംപിമാരെ വീണ്ടും ക്ഷണിച്ചു. ബ്രെക്സിറ്റ് കരാർ വൻ ഭൂരിപക്ഷത്തിൽ നിരാകരിക്കപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ നേതാവ് ജെറമി കോർബിൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പരാജയപ്പെട്ടത്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടുന്നതിന്റെ ഭാഗമായി സർക്കാർ അവതരിപ്പിച്ച ബ്രെക്സിറ്റ് കരാർ പാർലമെന്റ് 3-2 ഭൂരിപക്ഷത്തോടെ തള്ളിയിരുന്നു. ഇത് മേയുടെ ഭരണ തുടർച്ച സംബന്ധിച്ച് അനിശ്ചിതത്വം ഉയർത്തി. 100 വർഷത്തിനിടെ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പൊതുസഭയിൽ നേരിട്ട ഏറ്റവും വലിയ പരാജയമായിരുന്നു ഇത്. ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നത്. 118 ഭരണകക്ഷി കൺസർവേറ്റീവ് എംപിമാർ ബ്രെക്സിറ്റിനെ എതിർത്ത് വോട്ട് ചെയ്തെങ്കിലും അവിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രിയെ പിന്തുണച്ചു. ഇതോടെ അവിശ്വാസം തെരേസ മേ അതിജീവിക്കുകയായിരുന്നു. ഇത് അതിജീവിച്ചതോടെ അടുത്തയാഴ്ച മാറ്റങ്ങളോടെ പുതിയ കരാർ മേ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.